നിയുക്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരായ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പരാതി. DGPക്കാണ് പരാതി. പൊതുഭരണ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന പരാതിക്കാരൻ ഗൂഢാലോചന നടത്തിയോ എന്ന് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഇദ്ദേഹത്തിനെതിരായ പരാതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പട്ടിക വകുപ്പിലേക്കുള്ള കാര്യങ്ങൾ, അതിനുള്ള തുക അതിൽ ക്രമക്കേട് കണ്ടെത്തി മാറി ചെലവഴിച്ചു, വകമാറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി എത്തുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ ചുമതലയേൽക്കേണ്ട ഒരു സമയത്താണ് ഈ പരാതി വരുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന, അങ്ങനെയാണോ പരാതി? സ്മിത, നാളെയാണ് നിലവിലത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുകയും അതേപോലെ തന്നെ എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എ ജയതിലക്, കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെയുള്ള ഒരു പരാതി വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. പരാതി പട്ടികജാതി വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട തുകയിൽ വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിൽ ചില വിവരാവകാശ രേഖ, അതായത് ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട കോഴ്സ് നടക്കുന്ന കമ്പനിക്ക് വിവരാവകാശം കൊടുത്ത് ഈ പരാതിക്കാരി ആ വിവരാവകാശം തേടിയപ്പോൾ ടെൻഡർ വിളിക്കാതെയാണ് ആ കമ്പനിക്ക് കോഴ്സ് നൽകിയത്, ഈ പദ്ധതിക്കുള്ള ഇത് നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ ആരോപിച്ചായിരുന്നു പരാതി. ഈ പരാതിയിൽ ഗൂഢാലോചനയുണ്ട്. അതായത് പൊതുഭരണ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന പരാതിക്കാരൻ ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, അത് എ ജയതിലകിനെതിരെയാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഈ പരാതി അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശത്തിൽ എന്ത് തീരുമാനം സർക്കാർ കൈക്കൊള്ളും. രണ്ട്, സംസ്ഥാന പോലീസ് മേധാവി ഇതിലെ ഗൂഢാലോചന സംശയിച്ച് അന്വേഷണം നടത്തുമോ. ഇത് രണ്ടും വളരെ ആകാംക്ഷാപരമായിട്ടുള്ള കാര്യമാണ്. കാരണം എ ജയതിലക് നാളെ ചുമതലയേൽക്കാൻ പോവുകയുമാണ്. സ്മിത, പൊതുഭരണ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന പരാതിക്കാരൻ ഗൂഢാലോചന നടത്തി, ആ രീതിയിൽ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.